ദൃശ്യം 3 ഏപ്രിൽ 2 വരുന്നു 2026. മോഹൻലാലിന്റെ നല്ല 2026 ഏറ്റവും പ്രതീക്ഷയുള്ള ഇന്ത്യൻ സിനിമകളിലൊന്ന് തന്നെയാണ് ദൃശ്യം 3 എന്നുള്ളതിൽ സംശയം വേണ്ട. അതിനു മുമ്പ് ജിത്തു ജോസഫിന് കളം പിടിക്കണം. എന്തായാലും ജിത്തു ജോസഫിന് ഇത്തവണ കളം പിടിച്ചേ മതിയാവൂ. വലതുവശത്തെ കള്ളനിലൂടെ നാളെ സിനിമ റിലീസാണ്. കാരണം മറ്റൊന്നുമല്ല, നുണക്കുഴിയാണെങ്കിലും മിറാഷ് ആണെങ്കിലും കൂമനും എല്ലാം ഫ്ലോപ്പാണ്. ഈ ഫ്ലോപ്പിൽ നിന്ന് വലതുവശത്തെ കള്ളൻ ഗംഭീര ഒരു സിനിമ ആയിരിക്കേണ്ടത് ജിത്തു ജോസഫിൻ്റെ കൂടെ ചുമതലയാണ്. കാരണം ദൃശ്യത്തിന് അത്രമാത്രം ഹൈപ്പ് കയറ്റാനും അത് സാധിക്കും. വലതുവശത്തെ കള്ളൻ ബിജു മേനോനും ജോജു ജോർജിനെയും പോലെ രണ്ട് ഗംഭീര താരങ്ങളെ അണിനിരത്തി വരുമ്പോൾ, ഷാജി നടേശനെ പോലൊരു ഗംഭീര പ്രൊഡ്യൂസറൂടെ ആകുമ്പോൾ ഈ സിനിമ ഒരു അതിഗംഭീര സിനിമയായാൽ ദൃശ്യത്തിന് വലിയൊരു ഹൈപ്പ് വീണ്ടും കയറും. ഓൾറെഡി ഹൈപ്പുള്ള ചിത്രമാണ്. എന്തായാലും നല്ലൊരു ചിത്രമായിരിക്കട്ടെ. എന്തായാലും ഒരു ട്രെയിലറൊക്കെ കണ്ടെടുത്തോളം നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ തന്നെ ആകാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും നാളെ ഉച്ചയോടുകൂടി ഈ സിനിമയുടെ വിധി അറിയാം. ജിത്തു ജോസഫിന് ഇത് വിജയിച്ചാൽ, അതിഗംഭീര വിജയിച്ചാൽ ജിത്തു ജോസഫിന് ഭയങ്കര ഒരു പ്രൗഢിയോടുകൂടി നമുക്ക് ദൃശ്യം 3 ഇറക്കാം.